കാറിൽ കയറിയാൽ സീനാണ്. മനുഷ്യര് കയറിയിരിക്കുന്നിടത്ത് കയറിയിരുന്ന് 4 കാലും വാലുമുള്ള ജന്തുവിന്റെ സ്വഭാവം കാണിക്കുന്നവനല്ലേ നീ? ഇപ്പൊ കല്യാണമായപ്പോഴും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഞാനും കേട്ട സമയത്ത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. എന്തിന് ഇതെപ്പം ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്റെ ഭഗവാനെ എന്നുള്ള ഒരു ടെൻഷനിലല്ലേ നിനക്ക് ഷോക്കിംഗ് വന്നത്? ഏറെക്കുറെ. അല്ലാതെ നിനക്ക് എന്നാ തൊലിക്കാനാ ഷോക്കിങ്? ഒന്ന് പോയടാ പോ. എന്തായാലും വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തും. കാരണം കമന്റ് ബോക്സിനകത്തും പേഴ്സണൽ മെസ്സേജിനകത്തും അഖിലിന്റെ വിഷയം സംസാരിക്കുക ഓബിയസ്ലി ആ പുഷ് എനിക്ക് വരും. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. I have to do this, but നീ ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഇവിടുന്ന് സസ്പെൻഡ് ചെയ്യോ, സ്ഥലം മാറ്റിയോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യോ? എനിക്കത് ചെയ്യേണ്ടി വരും. എടാ കുറച്ച് ഉളുപ്പ്. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? എടാ മുതുകാളെ, നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്? കുറച്ച് ഉളുപ്പ്. നീ നിന്റെ ഫ്രണ്ടിനെ ഞാൻ വിളിച്ച് സംസാരിച്ചതാണ്, എന്നിട്ട് ഇവിടെ വന്ന് കിടന്ന് തൊലിച്ചിരിക്കുന്നു. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. ഇതേപോലുള്ളൊരു ഹാപ്പിനെസ് ഞാൻ ആലോചിക്കുന്നത്, ഈ നാട്ടുകാർ ചിന്തിക്കുന്നില്ലേ അവർക്കും നാളുകളിൽ ഇതേപോലൊരു ഇഷ്യൂ ലൈഫിൽ സംഭവിച്ച എന്തായിരിക്കുമെന്ന്? ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള അവന്റെ മുഖം കണ്ടറിയാ. എന്നിട്ട് ഇവന് ബാക്കിയുള്ളവരുടെ തലയിലേക്ക് ഇട്ടിട്ട് എന്തായിരിക്കും അവസ്ഥ? സ്വന്തം വീട്ടിലുള്ള ആളുകൾ പോയാൽ എന്തായിരിക്കും അവസ്ഥ? അത് ആദ്യം നീ ചിന്തിക്കണം. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ നീ. എന്നിട്ട് അവിടെ വന്നിരുന്ന് പറയാം, ഹോ ഇതുകൊണ്ടൊക്കെ നാട്ടുകാർക്ക് എന്തൊക്കെ ഹാപ്പിനെസ്സാ കിട്ടുന്നതെന്ന്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. എന്നിട്ട് ബാക്കിയുള്ള ആളുകളുടെ തലയിലിട്ടിട്ട്, ഹോ കണ്ടില്ലേ അവരുടെ ഒക്കെ മെന്റാലിറ്റി കണ്ടില്ലേ, എന്തൊക്കെയാ എന്താ മോനെ ഇത്? ആ സ്വന്തം വീട്ടിൽ സംഭവിക്കുമ്പോ ഇവരിങ്ങനെയൊക്കെ ചെയ്യോ? എടാ ലേശ ഉളുപ്പ്. എന്നെ കഷ്ടല്ലേ കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടി കൂട്ടുകാരൻ.